Hello dear students, welcome back another lecture of engineering mechanics, that is part 6 of module 5. In this part we are going to study about simple harmonic motion. We are already discussed in part 5 what is vibration, what are the different types of vibration and the classification of vibration and degrees of freedom. In this part we are mainly concentrating on simple harmonic motion. What is a simple harmonic motion? And what are the conditions to be a motion to be a simple harmonic motion, and some of its problems related to simple harmonic motion. Okay, first, what is a simple harmonic motion? Plus 2 ക്ലാസ്സിലും പ്ലസ് വണ്ണിലൊക്കെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചും വൈബ്രേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്കറിയാം വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. എല്ലാത്തരം വൈബ്രേഷൻസ് അല്ലെങ്കിൽ എല്ലാത്തരം പീരിയോഡിക് മോഷൻസ്, നമ്മൾ ഈ സിമ്പിൾ ഹാർമോണിക് മോഷന് മുന്നേ കേൾക്കുന്നൊരു ടേമാണ് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പീരിയഡിൽ റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെ നമ്മൾ പീരിയോഡിക് മോഷൻസ് എന്ന് പറയും. നമ്മൾ ക്ലാസ് ടൈമിൽ ഓരോ അവറിൽ ബെല്ലടിക്കുന്നു, ഇറ്റ്സ് എ പീരിയോഡിക് മോഷൻ. അങ്ങനെ പല ടൈപ്പിൽ പീരിയോഡിക് മോഷൻസ് ഉണ്ട്. ഓരോ ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും നമ്മൾ പീരിയോഡിക് മോഷൻസ് എന്ന് പറയും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും എന്തല്ല? സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ അതിനെ ഒരു പ്രോബബിലിറ്റി ഡയഗ്രായിട്ട് വെൻഡർ ഡയഗ്രായിട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഫുള്ളും ഈ ഒരു സർക്കിൾ ഫുള്ളും പീരിയോഡിക് മോഷനാണെന്ന് അസ്യൂം ചെയ്യാം. PM എന്ന് യൂസ് ചെയ്യും. എല്ലാ പീരിയോഡിക് മോഷനും എന്തല്ല? സിമ്പിൾ ഹാർമോണിക് അല്ല. ഈ പീരിയോഡിക് മോഷൻസിലെ കുറച്ച് പാർട്ട് മാത്രമാണ് എന്ത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉള്ളത്. ഇത് ഫുള്ള് വലിയ സർക്കിൾ ഫുള്ളും പീരിയോഡിക് മോഷനാണ്. അതിൽ ചെറിയൊരു പാർട്ട് മാത്രമാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ പീരിയോഡിക് മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എല്ലാ പീരിയോഡിക് മോഷനും സിമ്പിൾ ഹാർമോണിക് അല്ല. 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുള്ളൂ. ആ 2 കണ്ടീഷനാണ് നമ്മളുടെ ഈ സ്ലൈഡിലുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ, ഈ 2 കണ്ടീഷനും പറയുന്നത് ബോഡി മൂവ് ചെയ്യുമ്പോഴുള്ള ആക്സിലറേഷനെ കുറിച്ചാണ്. നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷനിൽ 2 പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിന് രണ്ടും വെലോസിറ്റീനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ കണ്ടീഷൻസ് പറയുന്നത് ആക്സിലറേഷനെ കുറിച്ചാണ്. ഒന്ന് ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചും ഒന്ന് ആക്സിലറേഷൻ്റെ ഡയറക്ഷനെ കുറിച്ചും. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ദ ആക്സിലറേഷൻ ഓഫ് എ ബോഡി performing the periodic motion should be proportional to the distance of the body from the fixed point called center or mean position of the body, which means ഇപ്പോൾ ഒരു പെൻഡുലം ഉണ്ട്. ഈ പെൻഡുലം 2 സൈഡിലേക്ക് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പെൻഡുലത്തിൽ നമ്മളെ ബോഡി ഇവിടെയാണ് എത്തിയത്. ഈ ബോഡിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് directly proportional to the distance between acceleration is directly proportional to the distance between the point. The body എവിടെയാണോ എത്തിയത് ആ പോയിൻ്റ് തൊട്ട് മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ബോഡി, ഈ ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണലാണ്. ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബോഡി. ആ ബോഡിയും ഫ്രം എ ഫിക്സ്ഡ് പോയിൻ്റ്, ഏത് ഫിക്സ്ഡ് പോയിൻ്റാണ്? സെൻറ്റർ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതല്ലെങ്കിൽ അതിൻ്റെ മീൻ പൊസിഷൻ ഓഫ് ബോഡി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ഷുഡ് ബി ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ. അതായത് ഈ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഈ ബോഡിയിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഓൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ. സെൻറ്ററിലേക്കായിരിക്കും അതിൻ്റെ ആക്സിലറേഷൻ ഉണ്ടാവുക. ഇപ്പോൾ ഇൻ കേസ് നമ്മളെ ബോഡി ഈ എൻഡിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഷുഡ് ബി ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ. ഇവിടെയാണ് നമ്മളെ ബോഡി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ ഷുഡ് ബി ഡയറക്റ്റഡ് ടുവാർഡ്സ് മീൻ പൊസിഷൻ. ഇങ്ങനെ ആക്സിലറേഷൻ്റെ ഡയറക്ഷനെ പറ്റിയും ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പീരിയോഡിക് മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ തിയറി എഴുതാൻ ചോദിച്ചാൽ ഈ 4 പോയിൻ്റ് എഴുതണം.
Simple harmonic motion is a periodic motion. Any motion which repeats after equal interval of time is called periodic motion. രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ മാത്രമേ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുള്ളൂ. എന്നിട്ട് ഈ 2 പോയിൻ്റ് എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുള്ളൂ. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. സം ഓഫ് ദ എക്സാമ്പിൾസ് ആർ ഗിവൺ ഇൻ ദിസ് നെക്സ്റ്റ് സ്ലൈഡ്സ്. ദാറ്റ് ഈസ് ദ പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റിംഗ്, വൈബ്രേഷൻ ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് എന്ന് എഴുതാം. ഫ്ലോട്ടിംഗ് ടെസ്റ്റ്, ട്യൂബ് ഓസിലേറ്റിംഗ് വെർട്ടിക്കലി ഓൺ ദ വാട്ടർ സർഫസ്, വെർട്ടിക്കൽ മൂവ്മെൻറ്റ്. ഇനി വേറെ കുറച്ച് എക്സാമ്പിൾ ഇതാ. സിമ്പിൾ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ്, മാസ് സ്പ്രിങ് സിസ്റ്റം, സ്പ്രിങ് മാസ് സിസ്റ്റം, ബങ്കി ജമ്പ്. എന്തായിരുന്നു ബങ്കി ജമ്പ്? നമ്മളൊരു വലിയ പാറൻ്റെ മുകളിൽ നിന്ന് കാലിൽ സ്പ്രിങ് ഇട്ടിട്ട് മനുഷ്യന്മാർ ചാടൂലേ തല കീഴെ, എന്നിട്ടിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബങ്കി ജമ്പ് എന്ന് പറയുന്നത്. ഡൈവിംഗ് ബോർഡ്, ഒബ്ജക്റ്റ് ബോബിങ് ഓൺ ദ വാട്ടർ, ഒബ്ജക്റ്റ് വാട്ടറിൽ ഇങ്ങനെ എർത്ത് ക്യൂബ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ്. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മാക്സിമം എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഇനി കുറച്ച് മാത്തമാറ്റിക്കൽ ടേംസിലുള്ള കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. വേറൊരു എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻസിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ഇക്വേഷൻസൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇക്വേഷൻസിൻ്റെ പ്രൂഫൊക്കെ വരുന്നത് ഈ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. എക്സാമ്പിളിലെ ഈ 2 പോയിൻറ്റ്സ് പറയുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഫിഗേഴ്സ് ഒന്ന് നോക്കാം. കൺസിഡർ എ പാർട്ടിക്കിൾ. പി എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പി എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഈസ് റൊട്ടേറ്റിംഗ് ഓൺ എ സർക്കിൾ, മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് എൻ ആംഗുലാർ യൂണിഫോം ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് 6. ഇതിൻ്റെ റേഡിയസ് സെൻറ്ററിൽ നിന്നും ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. ഇങ്ങനെ ഈ പി എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഈ ഒരു റൗണ്ടിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ടൈമാണ്. കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ. ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. 6 എന്ന് പറഞ്ഞത് ഇതിൻ്റെ റേഡിയസ് ആണ്. പി എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഒരു ടൈമിൽ, അതായത് കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ വിത്ത് എ യൂണിഫോം ആംഗുലാർ വെലോസിറ്റി ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, ഇതിൽ നമ്മളെ പാർട്ടിക്കിൾ എയിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലെത്തി. പിൻ്റെ പൊസിഷൻ ഇവിടെ എത്തി. ഈ പി എന്ന് പറഞ്ഞ പാർട്ടിക്കിളിനെ ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ട്, ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയമീറ്ററാണ്. ഈ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. നമ്മൾ ഗ്രാഫിക്സിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ. ഈ പാർട്ടിക്കിളെ ഞാൻ ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ എം എന്നുള്ളൊരു പോയിന്റിൽ എഴുതി, മാർക്ക് ചെയ്തു. പിന്നെ ഈ പാർട്ടിക്കിൾ P1 എന്നുള്ള പൊസിഷനിൽ നിന്ന് P2 എന്നുള്ള പൊസിഷനിലെത്തി. ഈ P2 എന്നുള്ള പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ ഹൊറിസോണ്ടൽ ആക്സിസിക്ക് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ അത് M2 ആയി. പിന്നെ പാർട്ടിക്കിൾ P3 ഇവിടെ എത്തി, ഹൊറിസോണ്ടൽ ആക്സിസിൽ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ M3 കിട്ടി, P4 ആയി. പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ M4 ആയി. പിന്നെ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് ലോവർ സർക്കിളിലെത്തി P5. അപ്പോൾ നമ്മളെ പ്രൊജക്ഷൻ M5 ആയി. പിന്നെ അത് ഇവിടെ P6ലെത്തി. അപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് M6 ആയി. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ പാർട്ടിക്കിൾ ACBD എന്ന് പറഞ്ഞ ഈ സർക്കിളിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ P എന്ന് പറഞ്ഞ പാർട്ടിക്കിളിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ മൂവിങ് ഫ്രം ആദ്യം എന്ന് ബിയിലേക്ക്, അതായത് M1 M2 M3 M4 എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തി. പിന്നെ അത് തിരിച്ച് M5 M6 എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ടെത്തി. അതായത് നമ്മളെ പാർട്ടിക്കിൾ ഹൊറിസോണ്ടൽ സർക്കിളിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ ഡയമീറ്ററിലുള്ള ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് പാർട്ടിക്കിൾ P റൗണ്ടിൽ സർക്കിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് ബിയിലേക്കും പിന്നെ ബിന്ന് എയിലേക്കും പിന്നെ എന്ന് ബിയിലേക്ക് ബിന്ന് എയിലേക്ക്, ഇങ്ങനെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് ഈ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്തത്. ദ പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ ഓൺ ദ ഹൊറിസോണ്ടൽ ഡയമീറ്റർ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ എമ്മിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ ഓൺ ദ ഹൊറിസോണ്ടൽ ഡയമീറ്റർ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. രണ്ടാമത്തെ എക്സാമ്പിളാണ് സിമിലർലി
പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ ഓൺ ദ വെർട്ടിക്കൽ ഡയമീറ്റർ. അടുത്ത കേസാണ്, ഈ പാർട്ടിക്കിളിനെ ഹൊറിസോണ്ടലിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, വെർട്ടിക്കൽ പ്രൊജക്ഷനാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. വെർട്ടിക്കൽ പ്രൊജക്ഷൻ നമുക്കൊരു ബ്ലാക്ക് കളറിൽ കാണിക്കാം. P1 ഇവിടെ എത്തുമ്പോൾ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഇവിടെ എത്തി, ഇതാ X1 എത്തി. P2 ഇവിടെ എത്തി, X2 P3 X3, P4 X4, P5 X6, പിന്നെ അത് ഇവിടെ എത്തുമ്പോൾ പിന്നെ X7, അങ്ങനെ മാറും. അതായത് നമ്മളെ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്നാണ് തുടങ്ങിയത്. സെൻറ്ററിൽ നിന്ന് സിയിലേക്ക് പോയി, സിന്ന് പിന്നെയും സെൻറ്ററിലേക്ക് വന്നു, പിന്നെ താഴേക്ക് ഡിയിൽ പോയി, സെൻറ്ററിൽ തന്നെ നിന്നു. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് എക്സാമ്പിളാണ്. മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് എക്സ്ട്രീം പൊസിഷനിൽ പോയി, തിരിച്ച് മീൻ പൊസിഷനിൽ തന്നെ വന്നു. ദീസ് ടു ആർ ദ എക്സാമ്പിൾസ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ 2 കേസിൽ പഠിച്ചു. 2 ടൈപ്പ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്. 2 ടൈപ്പ് എന്ന് പറയുന്നത്, ഒന്ന് ഹൊറിസോണ്ടൽ ഡയമീറ്ററിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, അതായത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ട്രീം പൊസിഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം എക്സ്ട്രീം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമ്പിളാണ്. അതായത് നമ്മളിവിടെ എം എന്ന് പറയുന്നത് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് എങ്ങനെയാണ് അത് മൂവ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് എക്സ്ട്രീം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. രണ്ടാമത്തേത് ഫ്രം മീൻ പൊസിഷൻ. സെക്കൻഡ് കേസ് ഈസ് ഫ്രം മീൻ പൊസിഷൻ. മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കേസ് നമുക്കറിയാം സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ട് അപ്വാർഡ്ക്ക് പോയി, താഴേക്ക് പോയി, ഇനി സെൻറ്റർ. അങ്ങനെ 2 കേസിലുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഇക്വേഷൻസിൻ്റെ ആവശ്യമുണ്ട്. ആ ഇക്വേഷൻസാണ് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2 കേസിലും ഇപ്പോൾ ഏത് ടൈപ്പിലുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിലും വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഒമേഗ (√R² - X²). വി മാക്സ് എന്ന് പറയുന്നത് -ω/R, ആക്സിലറേഷൻ ω²X, മാക്സിമം ആക്സിലറേഷൻ ω²R. എന്തൊക്കെ ടേംസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ മുന്നേ സിമ്പിൾ ഹാർമോണിക് മോഷൻസിലെ പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളോട് മെയിനായിട്ട് ചോദിക്കുന്ന കുറച്ച് സംഭവങ്ങൾ എന്ന് പറയുന്നത്, സിമ്പിൾ ഒരു എക്സാമ്പിൾ എടുക്കുക. ഒരു സിമ്പിൾ പെൻഡുലത്തിൽ ഓസിലേറ്റ് ചെയ്യുന്ന ബോഡി, അതിൽ ഒരു 5 സെക്കൻഡ് ആകുമ്പോൾ ആ പൊസിഷൻ എന്താ, എത്ര ഡിസ്റ്റൻസിലാണ് അതുള്ളത്, ആ ഡിസ്റ്റൻസിലെത്താൻ വേണ്ട ടൈം എത്ര, ആ ഡിസ്റ്റൻസിൽ അതിൻ്റെ വെലോസിറ്റി എന്താ, ആ ഡിസ്റ്റൻസിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്താ. ഇങ്ങനെ ഈ ഒരു 4 സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമേ നമ്മളോട് എന്ത് ചോദിക്കുള്ളൂ, പ്രോബ്ലംസ് ചെയ്യാൻ ചോദിക്കുള്ളൂ. നമുക്ക് തന്നെ ഓർത്തെടുത്താൽ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കുള്ളൂ. പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ, അങ്ങോട്ട് എടുക്കാനുള്ള ടൈം, ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ 2 കേസാണുള്ളത്. പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മളെടുത്ത് 2 ഇക്വേഷൻ ഉണ്ട്. നമ്മൾക്കറിയാം 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് എക്സ്ട്രീം എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് എക്സ്ട്രീം എൻഡിൽ തന്നെ ഓസിലേറ്റ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ. ഫ്രം എക്സ്ട്രീം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് x = R cos ωt × 180/π. 180/π എന്ന് പറഞ്ഞത് ഒമേഗനെ റേഡിയൻസ് പെർ സെക്കൻഡിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് 180/π. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫ്രം മീൻ പൊസിഷനാണ്. ഫ്രം മീൻ പൊസിഷൻ ആകുമ്പോൾ പൊസിഷൻ, അതായത് എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്. x = R sin ωt × 180/π. ഇതിൽ R എന്ന് പറഞ്ഞാൽ എന്താ, R ഈസ് ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലാർ വെലോസിറ്റി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ പൊസിഷൻ. എക്സ് എന്ന് പറയുന്നത് പൊസിഷനാണ്, അതായത് എത്ര ഡിസ്റ്റൻസ്. ഇതിൻ്റെ വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ. വെലോസിറ്റി വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ഒമേഗ ആംഗുലാർ വെലോസിറ്റി, ആർ ആംപ്ലിറ്റ്യൂഡ്, എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആർ കോസ് ഒമേഗ ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ചില്ലേ, ആ പൊസിഷൻ്റെ ആ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ആൻസർ.
ഓക്കെ. എ ഉണ്ട്, ആക്സിലറേഷൻ എ മാക്സ് പറഞ്ഞാൽ മാക്സിമം ആക്സിലറേഷൻ. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രോബ്ലം ഇവിടെ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കാം. എ ബോഡി ഈസ് മൂവിങ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, has an amplitude of 1 meter and period of oscillation 2 seconds. Find the velocity and acceleration of the body at t is equal to 0.4 seconds when time is measured from the mean position and extreme position. പ്രോബ്ലം വായിക്കുമ്പോൾ തന്നെ ഏത് മൊഡ്യൂൾ എന്നുള്ള പ്രോബ്ലം ആണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ മൊഡ്യൂൾ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രോബ്ലം ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് നമ്മളുടെ കയ്യിലുള്ള എല്ലാ ഇക്വേഷൻസും ഓർമ്മ വരണം. 2 ടൈപ്പിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. എക്സ്ട്രീം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴതും മീൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻസ് ഉണ്ട്. അതിനൊക്കെ ഓരോ വെലോസിറ്റിക്കും ആക്സിലറേഷനും ഓരോ ഇക്വേഷൻ ഉണ്ട്. അതൊക്കെ മനസ്സിലേക്ക് ഓർത്തെടുക്കുക. ഇനി ഗിവൺ ഡാറ്റാസ് ഏതൊക്കെയാണ് അത് എടുത്തെഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളുടെ ബേസിക് യൂണിറ്റ് മീറ്റർ, സെക്കൻഡ്, ന്യൂട്ടൺ. ഈ ഒരു യൂണിറ്റിലാണോ എല്ലാതും ഗിവൺ എന്ന് നോക്കുക, അല്ലെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ആംപ്ലിറ്റ്യൂഡ് 1 മീറ്റർ. ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആർ എന്നുള്ള ടേമിലാണ്. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ. ആൻഡ് ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഈസ് ടി 2 സെക്കൻഡ്. പീരിയഡ് ഓഫ് ഓസിലേഷൻ ടൈം പീരിയഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടി പി എന്നുള്ള ടേമിലാണ്. ദാറ്റ് ഈസ് 2 സെക്കൻഡ്. യൂണിറ്റൊക്കെ കറക്റ്റാണ്. ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. വി എന്താണെന്നും കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ എന്താ കണ്ടുപിടിക്കണം. അറ്റ് ടൈം ഇസ് ഈക്വൽ ടു ടി, ടൈം ഇസ് ഈക്വൽ ടു 0.4 സെക്കൻഡ് ആവുമ്പോഴുള്ള വെലോസിറ്റിയും ടൈമും കണ്ടുപിടിക്കണം. എന്തൊക്കെയുണ്ട്? 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് മീൻ പൊസിഷൻ ആവുമ്പോഴും കണ്ടുപിടിക്കണം, മറ്റേത് എക്സ്ട്രീം പൊസിഷൻ ആവുമ്പോഴും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് കേസാണ്, ഫസ്റ്റിൻ്റെ ആൻസറാണ് ഞാൻ ചെയ്യുന്നത്. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് കണ്ടീഷൻ ഫ്രം മീൻ പൊസിഷൻ അല്ലേ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫസ്റ്റ് കേസ് മീൻ പൊസിഷൻ ആണ്. മീൻ പൊസിഷൻ ആകുമ്പോൾ നമ്മളെ ഇക്വേഷൻ എന്തുണ്ട്? നമുക്ക് നമ്മളുടെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ സൈൻ ആണോ? ആർ സൈൻ ഒമേഗ ടി ഇൻറ്റു 180/π എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ ഏതൊക്കെ ഗിവൺ ഡാറ്റാസ് ഉണ്ട് നമ്മളെ കയ്യിൽ? ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ടി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ഒമേഗൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഒമേഗൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കുക? ഒമേഗ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് 6 തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ഒമേഗക്ക് പകരം നമുക്ക് തന്നത് എന്താ? ടി പി ആണ്. ടി പിയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു, നമുക്ക് പണ്ടത്തെ ഒരു ഇക്വേഷൻ അറിയാം, ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആൻഡ് ഓൾസോ വി നോ എഫ് ഇസ് ഈക്വൽ ടു 1/TP. therefore ഒമേഗ ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? 2πf അല്ലേ. ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു 2πfന് പകരം 1/TP. അപ്പോൾ ടി പിയിൽ നിന്ന് ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അറിയില്ലെങ്കിൽ എഴുതിയെടുക്കുക. പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. എഫിന് പകരം 1/TP. ടി പിൻ്റെ വാല്യൂ നമുക്കറിയാം 2 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് പൈ റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മളെ ഇക്വേഷൻ ഉണ്ടല്ലോ, എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി ഇൻറ്റു 180/. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ 1, ആർ സൈൻ ഒമേഗ എന്ന് പറയുന്നത് π, t
എന്ന് പറയുന്നത് 0.4 സെക്കൻഡ് ഇൻറ്റു 180/π. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ -0.95 മീറ്റർ കിട്ടും. ഓക്കെ, പൊസിഷനല്ല നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇതിൻ്റെ വെലോസിറ്റിയാണ്. വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി v = -ω ഇൻറ്റു √r² - x². ഓക്കെ, ദാറ്റ് ഈസ് -ω എന്ന് പറയുന്നത് π ആണ്. π ഇൻറ്റു √r എന്ന് പറയുന്നത് 1². ആംപ്ലിറ്റ്യൂഡ് 0.95 ആണ്. എക്സ് നമുക്ക് കണ്ടുപിടിച്ചു. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആണ് എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -0.97 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് ω² ഇൻറ്റു എക്സ്, ദാറ്റ് -ω² ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് -π² ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 0.95. ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ -9.38 മീറ്റർ/സെക്കൻഡ്² എന്ന് കിട്ടും. ദിസ് ഈസ് ദ ആക്സിലറേഷൻ. നമ്മൾ വെലോസിറ്റി ആക്സിലറേഷനും കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് ഫ്രം മീൻ പൊസിഷൻ. രണ്ടാമത്തെ കേസ് എന്താ? ബി പാർട്ട് ഫ്രം എക്സ്ട്രീം പൊസിഷൻ ആവുമ്പോൾ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രം എക്സ്ട്രീം പൊസിഷൻ ആവുമ്പോൾ പൊസിഷൻ വെക്ടറിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് = r cos ωt ഇൻറ്റു 180/π. നമുക്കറിയാം r എന്ന് പറയുന്നത് 1 ആണ്. കോസ് ഒമേഗൻ്റെ വാല്യൂ π ആണെന്ന് കിട്ടി. t 0.4 ഇൻറ്റു 180/π ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അടുത്തത് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി = -ω ഇൻറ്റു √r² - x² ആണ്. ഒമേഗൻ്റെ വാല്യൂ അറിയാം, ആറിൻ്റെ വാല്യൂ അറിയാം, എക്സിൻ്റെ വാല്യൂ ഇതാ നമുക്കിവിടെ കിട്ടും. ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എക്സ് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെലോസിറ്റിൻ്റെ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? a = -ω² x ആണ്. ഒമേഗൻ്റെ വാല്യൂ നമുക്കറിയാം π ആണ്. എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ എക്സ്ട്രീം പൊസിഷൻ ആകുമ്പോൾ അത് കണ്ടുപിടിക്കും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആക്സിലറേഷനും കിട്ടും. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഇത് 2 പ്രാവശ്യം പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. ഈ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ്റെ താഴെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ മോർ വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിലും എപ്പോഴെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.